സോ ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ എൻ്റെ ഫസ്റ്റ് മാച്ച് ഇപ്പോൾ വൺ ടാപ്പ് ഒന്നും അങ്ങനെ വേർന്നില്ലാത്തതുകൊണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ അനിയൻ്റെ കൂടെ കളിച്ച മാച്ചാണ്. സോ ഞാൻ ലാഭിച്ചത് വീഡിയോയിലേക്ക് പോകാം. സോ അതിന് മുമ്പ് നമ്മൾ ലൈക്ക് അടിക്കാത്തൊരു ലൈക്കൊക്കെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ എന്തായാലും സബ് ചെയ്യുക. സോ കളി കണ്ടു നോക്കാം. ഓക്കെ, ഞാൻ ഒന്ന് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, സോ അന്നപ്പോഴേക്കും ഫസ്റ്റ് തന്നെ എൻ്റെ അനിയനങ്ങ് വന്ന് കോടയിലിട്ടു. ഞാൻ വുഡ്പക്കറാന്ന് വിചാരിച്ചിട്ട് വെടി വെച്ചത് M18 ആയിരുന്നു. സോ ആൻഡ് എൻ്റെ അനിയനാണെങ്കിൽ അവിടെ ഞാനാണെങ്കിൽ ഡെസേർട്ടൊക്കെ ഒന്ന് കളി ഒന്ന് സെറ്റാക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഓക്കെ, അപ്പം ഞാനാണെങ്കിൽ കുറച്ച് ഗ്ലിച്ചായി. പക്ഷെ എന്തായാലും അവൻ്റെ തലയ്ക്ക് കയറിയുണ്ടായി. പിന്നെ ഞാൻ ആ ടൈമിൽ നല്ല മൂവ്മെൻ്റ് ഇട്ടെങ്കിലും അതിപ്പോൾ ഒരുമാതിരി നിൽക്കുന്നത്. ആൻഡ് പിന്നെ അടുത്ത ഗണ്ണും കാര്യങ്ങളൊന്നും ഞാൻ എന്തൊക്കെയോ എടുത്തു. ശരിയാ, ഞാൻ മറ്റേ മഷ്റൂം എടുത്തു. ആൻഡ് അതൊക്കെ കണ്ടി അങ്ങനെ ഡെസേർട്ടൊക്കെ ഇങ്ങനെ എടുത്ത് ഡെസേർട്ടും വുഡ് പെക്കറും ഞാനങ്ങ് എടുത്തു. കാരണം ഡെസേർട്ടും വുഡ് പെക്കറൊക്കെ എൻ്റെ സ്കില്ല് കൂട്ടാനായിട്ടാണ്. കാരണം ഞാൻ വുഡ് പെക്കറൊക്കെ വെച്ച് ഞാൻ സാധാരണ കളിക്കാറുള്ളത് ലോങ്ങും മിഡൊക്കെയാണ്. മിഡ് അങ്ങനെ അധികം കളിക്കാറില്ല. പിന്നെ ഞാൻ ഡെസേർട്ട് വെച്ച് കളിക്കാറില്ല. പണ്ടൊക്കെ കളിക്കാറുണ്ട്, ഇപ്പോൾ ഞാൻ ഒട്ടും എടുക്കാറില്ല. ലോൺ വുൾഫ് പോലും എടുക്കാറില്ല. സോ ഞാനങ്ങ് വന്നു. ആൻഡ് ആ ടൈമിൽ എൻ്റെ അനിയൻ എൻ്റെ അടുത്താണ് നിൽക്കുന്നത്. സോ എനിക്ക് എൻ്റെ അനിയൻ കോടനെ യൂസ് ചെയ്യുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും സൗണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ കോടനെ നീ യൂസാക്കിയല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇവൻ എവിടെയാണ്. സോ ഈ മുകളിലേക്ക് കയറുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ അനിയൻ കോടനെ യൂസ് ചെയ്യുന്ന സ്ഥലം മനസ്സിലായത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലേ? ഇനി ഞാൻ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ ചാടി വന്നപ്പോൾ എവിടെ കുറച്ച് ഗ്ലൂവാൾ കണ്ടു. അപ്പോൾ ഞാൻ അവിടെ വരണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുമ്പോഴാണ് അവിടെ ഇല്ല. എൻ്റെ അനിയൻ പല ഫ്രണ്ടിൽ വന്ന് ചാടി വന്ന് എന്നെ വൺ ടാപ്പ് അടിച്ചിട്ടു. എൻ്റെ അനിയൻ എനിക്കിതിരു പോലെ നാണക്കേട് വേറെ ഇല്ല ഗൈസ്. അങ്ങനെയൊക്കെ വരുന്നു. ആൻഡ് പിന്നെ പീക്കിലായിരുന്നു. ഓക്കെ, പീക്കിൽ ഞാൻ നേരെ വന്നിട്ട് ഡെസേർട്ട് അങ്ങ് എടുത്തു. പിന്നെ M18 എടുത്തു. പിന്നെ വുഡ് പക്കർ എടുത്തു. പിന്നെ ഗ്ലൂ വാൾ എടുത്തു. പിന്നെ മഷ്റൂം അതുപോലത്തെ സാധനങ്ങൾ. പിന്നെ മറ്റേ റിപ്പയർ കിറ്റ് ഞാൻ എടുത്തായിരുന്നു. ഓക്കെ, അപ്പോൾ റിപ്പയർ കിറ്റൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ ഞാനൊന്ന് റെഡിയായിട്ടൊക്കെ നിൽക്കുകയാണ് അവനടിക്കാനൊക്കെ ആയിട്ട്. ഞാൻ ഡെസേർട്ടും കൈ പിടിച്ചു. ഡെസേർട്ടും വുഡ് പക്കറും ഞാൻ ഫസ്റ്റ് ഒന്ന് വെടിച്ച് നോക്കി. ചുമ്മാ രസമല്ലേ. ഞാനിങ്ങനെ വന്നു. പക്ഷെ എൻ്റെ അനിയനെ കാണാനില്ല. ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് സ്വിച്ചൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ അനിയനെ കണ്ടപോലെ തോന്നി. പക്ഷെ എൻ്റെ അനിയൻ്റെ പുറകിലുണ്ടായിരുന്നു. അത് ഞാൻ നേരെ വന്ന് ഒരു വൺ ടാപ്പ് എൻ്റെ അനിയനെ കൊടുത്തിട്ടുണ്ടായി. സോ അങ്ങനെ നിൽക്കുമായിരുന്നു. ഓക്കെ, എന്നിട്ട് പിന്നെ നുരക് ഡാമിൽ അടുത്ത കളി വന്നു. സോ ഞാനാണെങ്കിൽ മറ്റേ മഷ്റൂം അങ്ങ് മേടിച്ചു. എന്നിട്ട് ഞാൻ അങ്ങനെ നിൽക്കുമായിരുന്നു. സോ മഷ്റൂമും മേടിച്ചപ്പോൾ എന്നെ വീട്ടിലൊന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ എന്താണ് വിളിച്ചതെന്നൊക്കെ ചോദിക്കാൻ പോയിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ ഒന്ന് വന്നു. അതിന് ഞാൻ നേരെ ഡെസേർട്ടികളും ഉൾപ്പക്കറൊക്കെ എടുത്തിട്ട് ഞാൻ ഡെസേർട്ടികളൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കളി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഡെസേർട്ടുകളും കൊണ്ട് കളി എടുക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് വുഡ്പക്കർ കൊണ്ട് വെടിവെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ അനിയനവിടെ കണ്ടില്ല. എൻ്റെ അനിയനെ കണ്ടു, പക്ഷേ ആ അന്നപ്പോഴേക്കും ഗ്ലൂ ആയിട്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് ചന്ന് ഞാൻ അടിക്കാമെന്ന്. അങ്ങനെ ഞാൻ ഡെസേർട്ടുകൾ കൈ പിടിച്ചിട്ട് ഞാൻ നേരെ ഒന്ന് വെടിവെച്ചു. പക്ഷേ അത് കൊണ്ടില്ല. എൻ്റെ അനിയൻ വന്ന ടൈമിൽ ഞാൻ ഒന്നും ചാടി വന്നൊരു വെടിവെച്ചു. പക്ഷെ അത് കൊണ്ടില്ല. പിന്നെ ഓർമ്മ കൊടുത്തു, അതും കൊണ്ടില്ല. ഞാൻ നേരെ ഒന്ന് ഡ്രാഗ് ചെയ്തു. പക്ഷെ ഒന്നും കൊണ്ടില്ല ഗൈസ്. ഞാൻ പെട്ടെന്ന് സൈഡ് ഡ്രാഗ് ചെയ്തപ്പോൾ അതങ്ങ് കൊണ്ടു. സോ അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ്റെ അടുത്തേക്ക് പോയി. സോ ഞാൻ അങ്ങനെയൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. ആൻഡ് അങ്ങനെയായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ ഡെസേർട്ടികൾ വുഡ് പക്കർ അതിങ്ങനെ മാറ്റി എടുത്തുകൊണ്ടിരുന്നു. സോ അതുപോലെ ആയിരുന്നു. ആൻഡ് ഓക്കെ, സോ ഞാൻ ഡെസേർട്ടുകൾ വുഡ് പക്കർ അതിങ്ങനെ മാറി ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ കൗണ്ട് ഡൗൺ തീരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാതെ എൻ്റെ അനിയൻ എൻ്റെ മണ്ട പഠിച്ചിട്ടു എന്നുള്ളതാണ്. എനിക്ക് അത്രയും വലിയ നാണക്കേട് വരില്ല. സോ ഞാനാണെങ്കിൽ നേരെ ആണെങ്കിൽ വന്ന് എൻ്റെ അനിയനെ കണ്ടുപിടിച്ച് വുഡ്പക്കർ കൊണ്ട് അവൻ്റെ തലമണ്ട പൊടിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അവനെ കാണാത്തതുകൊണ്ട് ഞാൻ ഡെസേർട്ടുകൾ കൈ പിടിച്ചു. പിന്നെ ഒന്നുകൂടെ ഒന്ന് വുഡ്പക്കർ എടുത്തു. പിന്നെ എവിടെ നിന്ന് വെടിവെച്ച് നോക്കി. പിന്നെ ഒന്നുകൂടെ വെടിവെച്ച് നോക്കി. എന്താ നിൽക്കുന്നത് എൻ്റെ അനിയൻ. സോ ഞാൻ നേരെ വന്നു, ഒന്ന് വെടിവെച്ചു, കൊണ്ടില്ല. ആൻഡ് സെക്കൻഡ് ഒന്നുകൂടെ ഡ്രാഗ് ചെയ്തു. പക്ഷെ അതും കൊണ്ടില്ല. ഞാൻ പിന്നെ വെടിവെച്ചു, അതും കൊണ്ടില്ല. ഞാൻ നേരെ എൻ്റെ അനിയൻ വന്നപ്പോൾ ഞാൻ ഇരിക്കാനുള്ളതിന് ഞാൻ ചാടി കേസ് അറിയാണ്ട്
ഞാൻ നേരെ ഒന്നും ഡ്രാഗ് ചെയ്ത് അത് കൊണ്ടില്ല. പക്ഷേ ഒന്ന് കുത്തിപ്പിടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അനിയനോട് നല്ല വീഡിയോ ഇപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഒന്ന് വലിഞ്ഞു. ഞാൻ ഇവിടെ വെച്ച് ഡ്രാഗ് ചെയ്തു, പക്ഷേ മറ്റേ ഈ സംഭവം ഉള്ളതുകൊണ്ട് എനിക്കത് കൊണ്ടില്ല. എന്നിട്ട് ഞാൻ പിന്നെ ഒന്ന് വെടി വെച്ചു, അതും കൊണ്ടില്ല. എൻ്റെ അനിയൻ്റെ കഴുത്ത് വരുത്തിയിട്ട് അതവിടെ കൊണ്ടില്ല. അടുത്ത കളി ഞാൻ വന്നു, അതും കൊണ്ടില്ല. അടുത്ത വെടി വെച്ചു, അതും കൊണ്ടില്ല. എൻ്റെ അനിയൻ കുറച്ച് ഡാമ തന്നെ ഉണ്ട്. ഞാൻ എങ്ങനെയോ അടിച്ചപ്പോൾ എൻ്റെ അനിയൻ ഇരുന്നുകൊണ്ട് അവൻ്റെ തലക്കെട്ട് കയറി. പിന്നെ ഞാൻ ഈ കളി വുഡ്പക്കറും എടുത്തു. വുഡ്പക്കറും മഷ്റൂമും അതും ഇതും എന്തൊക്കെയോ എടുത്തു ഓക്കെ. സുഖിസ് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മൺടാപ്പൊക്കെ അടിക്കാനായിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. ഓക്കെ. എൻ്റെ അനിയനെ വരുന്ന മൺടാപ്പ് അടിക്കാനായിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വുഡ്പക്കറും റിസോർട്ടിലും ഞാൻ ഇങ്ങനെ മാറി മാറി വെടിവെച്ചൊക്കെ നോക്കുമായിരുന്നു. എൻ്റെ അനിയനാണെങ്കിൽ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ. അപ്പോൾ ഞാനാണെങ്കിൽ നേരെ കയറുന്നു എന്നൊക്കെ വെടിവെച്ചൊക്കെ നോക്കി. ദെൻ എൻ്റെ അനിയൻ്റെ ഗ്ലൂവാളും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ആ വന്ന ടൈമിൽ ഞാൻ പെട്ടെന്ന് ഞാൻ കണ്ടു, നേരെ ഞാൻ ഇരുന്നിട്ടൊരു വൺ ടാപ്പം കൊടുത്തു. ഓക്കെ. ചെക്കൻ ഡൗണായി. എൻ്റെ അനിയനും കാര്യങ്ങളും ഞാൻ ഇങ്ങനെ അടിച്ചിട്ടു. പക്ഷേ ആ ടൈമിൽ ബിദ്ബൈ അവൻ ഗ്ലൂ ഇട്ടു, പക്ഷെ ഞാൻ വെടിവെച്ചത് ഇങ്ങനെ ബക്ഷോട്ടും ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്നു. അയ്യോ മടുത്ത് ഞാൻ ഇങ്ങനെ വെടിയൊക്കെ വെക്കാനായിട്ട് ഞാൻ ഇങ്ങനെ വെടിയൊക്കെ വെച്ച് അങ്ങനെ ഞാൻ ഡെസേർട്ടും വുഡ്പക്കറൊക്കെ പിടിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു. ഓക്കെ. അങ്ങനെ നിൽക്കുമായിരുന്നു. കുറച്ച് സ്പീഡായിട്ട് കാണിച്ചു തരാം. ഞാൻ അവിടെ ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ വെടിവെച്ചുകൊണ്ടിരുന്നു ഡെസേർട്ട് വെച്ചിട്ട്. എൻ്റെ അനിയൻ ഗ്ലൂവാളും കാര്യങ്ങളും ഇടുന്നത് ഞാൻ കണ്ടായിരുന്നു. എൻ്റെ അനിയൻ ഞാൻ വൺ ടാപ്പടിയും കുറേ വട്ടം ഞാൻ ഡ്രാഗ് ചെയ്ത് നോക്കി. അതിൻ്റെ കൊണ്ടില്ല. പിന്നെ ഒന്ന് വെടിവെച്ചു, അതും കൊണ്ടില്ല. പിന്നെ ഞാൻ ഡെസേർട്ട് ഡ്രാഗ് ചെയ്ത് അതും കൊണ്ടില്ല. പിന്നെ ഞാൻ ഡ്രാഗ് ചെയ്ത് അതും കൊണ്ടില്ല. പിന്നെ ഞാൻ ഡ്രാഗ് ചെയ്ത് അതും കൊണ്ടില്ല. പിന്നെ ഞാൻ ഒന്നുകൂടെ ഡ്രാഗ് ചെയ്ത് അതും കൊണ്ടില്ല. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ വുഡ്പക്കർ വെച്ച് ഡ്രാഗ് ചെയ്ത് അതും കൊണ്ടില്ല. എന്നിട്ട് ഞാൻ പിന്നെ ഒന്ന് ചാടി നോക്കിയിട്ട് ഒന്നുകൂടെ ഞാൻ ഒന്ന് വെടിവെച്ച് നോക്കി, അതും കൊണ്ടില്ല. എന്നിട്ട് ഞാൻ പിന്നെ ഞാൻ അടുത്ത് വന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് വെടിവെച്ച് നോക്കി, അതും കൊണ്ടില്ല. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ഡ്രാഗ് ചെയ്ത് നോക്കി. എന്നിട്ട് ഒരേ ഇട്ട് നോക്കി. എന്നിട്ട് ഞാൻ നേരെ ചാടി ഒന്ന് ഞാൻ ഒന്ന് ജംപ് ഷോട്ട് അടിക്കാൻ നോക്കി. എന്നിട്ട് ഞാൻ ഇരുന്ന് ഞാൻ അടിക്കാൻ നോക്കി. എന്നിട്ട് ഞാൻ നേരെ ഗ്ലൂ ആക്കിയിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ നേരെ എൻ്റെ അനിയൻ വന്ന ടൈമിൽ ഞാൻ ഡെസേർട്ട് വെച്ച് 2 വട്ടം വെടിവെച്ചു, 3 വട്ടം വെടിവെച്ചു, 4 വട്ടം വെടിവെച്ചു. എന്നിട്ട് എൻ്റെ അനിയനൊന്നും പറ്റില്ല. ഞാൻ നേരെ വന്നിട്ട് പെട്ടെന്ന് ഇവിടേക്ക് ഒന്ന് അടുത്തൊക്കെ വന്നപ്പോൾ എൻ്റെ അനിയൻ പെട്ടെന്ന് എന്നെ അടിച്ചിട്ടു ഗൈസ് എൻ്റെ അനിയൻ. അങ്ങനെ ഞാൻ ഡെസേർട്ടും കാര്യങ്ങളും എടുത്തു. പിന്നെ M1 എടുത്തു, വുഡ്പക്കർ എടുത്തു. എൻ്റെ വുഡ്പക്കർ ഒന്ന് എൻജാൻറ്റും കൂടെ ചെയ്തു. അങ്ങനെ നിൽക്കായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മഷ്റൂംസും കാര്യങ്ങളും ഞാൻ പർച്ചേസ് ചെയ്തു. ഞാൻ പർച്ചേസൊക്കെ ചെയ്തിട്ട് ഞാൻ നേരെ ആണെങ്കിൽ പോവായിരുന്നു. ഓക്കെ. എൻ്റെ അനിയനെ വെടിവെച്ചിടാനായിട്ട്. ഞാൻ ഈ നേരെ ഒന്ന് വെടിവെച്ച് നോക്കി. പിന്നെ ഒന്നുകൂടെ ഞാൻ വെടിവെച്ച് നോക്കി. ഞാൻ ഒന്ന് കറങ്ങിയൊക്കെ ചെയ്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് വെടിവെച്ചു. ഞാനൊന്ന് എൻ്റെ അനിയനെ ഞാൻ തപ്പി, പക്ഷെ എൻ്റെ അനിയനെ കണ്ടില്ല. അത് പറഞ്ഞു തീർന്ന ഞാൻ അത് വിചാരിക്കണ സമയത്ത് എൻ്റെ അനിയൻ നേരെ പൊട്ടി മുളച്ചു വന്നു. എൻ്റെ അനിയൻ വെടിവെക്കരുതെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ അത് കേട്ടില്ല. അങ്ങനെ ഞാൻ കൊന്നു വീസ്. ഞാൻ കളിയും കാര്യങ്ങളും പോയി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ എല്ലാവരും എല്ലാവർക്കും ബൈ.